വാർഡ് വിഭജനത്തിലെ പിഴവുകൾ തിരുത്തി പുതിയ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെടുത്തിയായിരുന്നു നേരത്തെ വിജ്ഞാപനം ഇറക്കിയത്. പൊരുത്തക്കേടുകൾ ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ജനം ബിഗ് ഇമ്പാക്ട് വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയ്ക്ക് വലിയ ഒരു ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ഡീലിമിറ്റേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള വാർഡുകളിൽ ഡീലിമിറ്റേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വിജ്ഞാപനത്തിൽ വലിയ പിഴവുകൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ജനം ടിവിയാണ്. ആ ജനം ടിവി വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജ്ഞാപനം പുതുക്കിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് പുതിയ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയത്. എന്തായിരുന്നാലും നിലവിൽ തിരുവനന്തപുരം നഗരസഭയിലെ വാർഡ് വിഭജനത്തിൽ 25-ലധികം വാർഡുകളിൽ വിഭജനം നടത്തിയതിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വാർത്തയായിരുന്നു ജനം ടിവി പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ തന്നെയാണ് ആദ്യം ഇറക്കിയ വിജ്ഞാപനം സർക്കാർ പിൻവലിച്ചുകൊണ്ട് പിന്നീട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി പുതിയ വിജ്ഞാപനം പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ നിരവധി വാർഡുകളിലുള്ള വിഭജനങ്ങൾ, പ്രത്യേകിച്ച് വിഭജനം നടത്തുന്ന സമയത്തുണ്ടായ പൊരുത്തക്കേടുകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ കൃത്യമായി ജനം ടിവി പുറത്തുവിട്ടിരുന്നു. നിരവധി സ്ഥലങ്ങൾ ഒരേ വാർഡുകളിൽ ഉൾപ്പെടുന്നു. 2 വാർഡുകൾ വരുന്ന പ്രദേശങ്ങളിൽ ഒരേ സ്ഥലങ്ങൾ ഉൾപ്പെടുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഒപ്പം തന്നെ അതിർത്തി നിർണയത്തിൽ വലിയ പാകപ്പിഴകൾ ഉണ്ടായി എന്ന് സംബന്ധിച്ചുള്ള വാർത്തകളായിരുന്നു ജനം ടിവി പുറത്തുവിട്ടത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കണ്ണമ്മൂല വാർഡ് വരുന്ന പ്രദേശത്ത് കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലമില്ല, പേട്ട വാർഡ് വരുന്ന പ്രദേശത്ത് പേട്ട എന്ന സ്ഥലമില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു ആദ്യ വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നു. ആ വിജ്ഞാപനത്തിലുള്ള പൊരുത്തക്കേടുകൾ കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജനം ടിവി വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഒരു ദിവസം പിന്നിടുന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഈ വിജ്ഞാപനം പുതുക്കിക്കൊണ്ടുള്ള പുതിയ വിജ്ഞാപനത്തിലേക്ക് സർക്കാർ നീങ്ങിയത്. എന്തായിരുന്നാലും സമാനമായ രീതിയിൽ കോഴിക്കോട് നഗരസഭയിലെ വാർഡ് വിഭജനത്തിലും ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്തയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 2000-ലധികം വീടുകൾ ഈ ഒരു വാർഡിലും ഉൾപ്പെടാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കോഴിക്കോട് നഗരസഭയിലെ. പ്രത്യേകിച്ച് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ഒരു വാർഡിലും ഉൾപ്പെടാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ജനം ടിവി വാർത്ത ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനം ഗത്യന്തരമില്ലാതെ സർക്കാർ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ നടത്തിയ ഒരു ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പൊരുത്തക്കേടുകളിൽ സർക്കാർ തിരുത്തലിറക്കി ഒരു പുതിയ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. നീലിമ. വിനീഷ്, നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിലെ അപാകതകളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ നമ്മുടെ വാർത്ത കൊണ്ട് ഫലമുണ്ടായത് സംസ്ഥാന വ്യാപകമായാണ്. സംസ്ഥാനത്തെ പല തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും തദ്ദേശഭരണ വാർഡുകളിലും ഇത്തരത്തിൽ വലിയ പിശകുകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് വലിയൊരു സമഗ്ര മാറ്റത്തിലേക്ക് സർക്കാർ തയ്യാറെടുത്തതും ഇത്തരത്തിൽ വലിയ തിരുത്തൽ വരുത്തിക്കൊണ്ടും പുതിയ വിജ്ഞാപനം പുറത്തിറങ്ങിയതും. നമ്മളെ സംബന്ധിച്ച്, ജനം ടിവിയെ സംബന്ധിച്ച് വലിയൊരു ഇമ്പാക്റ്റാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിനീഷ്. തീർച്ചയായിട്ടും കാര്യം സംശയമില്ല. ആദ്യം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ ജനം ടിവി റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യഘട്ടത്തിലുണ്ടായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇത്തരത്തിലായിരുന്നു. നഗരസഭയിലെ വാർഡുകൾ വെട്ടിമുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഡീലിമിറ്റേഷന്റെ ഭാഗമായി വാർഡുകളുടെ വിഭജനം നടത്തുന്ന സമയത്ത് CPM സ്വാധീനത്തിലുള്ള വാർഡുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വാർഡ് വിഭജനം പല ഘട്ടങ്ങളിലായി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിരുന്നു. അത് വലിയ പ്രതിഷേധം BJP അടക്കമുള്ള സംഘടനകൾ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം നിലനിൽക്കെ തന്നെയാണ് വീണ്ടും വാർഡ് വിഭജനം നടത്തുന്ന സമയത്ത് ഇതിൻ്റെ പരാതികൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റി പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പരാതികളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ആ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ പോലും വലിയ പൊരുത്തക്കേടുകൾ, തെറ്റുകൾ ഉണ്ടായി എന്ന് സംബന്ധിച്ചുള്ള വാർത്ത വീണ്ടും ജനം ടിവി റിപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് വിജ്ഞാപനത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ വാർഡ് വിഭജനം പഠിക്കാതെ പാർട്ടി നേതാക്കൾ പറയുന്നതിനനുസരിച്ചുള്ള ഒരു വിഭജന സംവിധാനം തന്നെയാണ്. ഇതിപ്പോൾ സാങ്കേതിക പിഴവാണ്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇത്തരത്തിൽ വാർഡ് വിഭജനത്തിൽ മാറ്റങ്ങൾ വന്നത്. ഈ പിഴവുകൾ മനഃപൂർവ്വം ഉണ്ടായത് എന്നാണ് BJP ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ആകെയുള്ള 101 വാർഡുകളിൽ
22 എണ്ണത്തിലേറെ അതിർത്തികൾ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് തന്നെയാണ് സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും നടത്തിയ വാർഡ് വിഭജനത്തിന്റെ അന്തിമ പട്ടികയിലും സംഭവിച്ചത്. അതീവ ഗുരുതരമായ പിഴവുകൾ വന്നു. അതായത് വളരെ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നടത്തിയ ഒരു കള്ളക്കളിയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. വിനീഷ്, തീർച്ചയായിട്ടും അത്തരത്തിൽ ഉദ്യോഗസ്ഥ ബന്ധം കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്വാധീനം കൊണ്ട് ഡീലിമിറ്റേഷൻ നടത്തിയ വാർഡുകളിൽ പല ഘട്ടങ്ങളിലായി ചില വാർഡുകളെ മുറിച്ചു മാറ്റുന്നതിൽ രാഷ്ട്രീയ ചായ്വുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് BJPക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇതര കോൺഗ്രസ് പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളെ ഒഴിച്ചു നിർത്തി അവിടെ CPMന് ഏറ്റവും കൂടുതൽ അനുഭാവപൂർവ്വമായി വോട്ട് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർഡ് വിഭജനം, അതായിരുന്നു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ വാർഡ് വിഭജനം. അതിനെതിരെ വലിയ ആക്ഷേപങ്ങൾ കോൺഗ്രസും BJPയും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉയർത്തുന്ന ഘട്ടമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഡീലിമിറ്റേഷൻ വീണ്ടും പരിശോധിക്കുകയും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പരാതികൾ നൽകാനുള്ള ഒരു അവസരം എന്ന തരത്തിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റി അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം വീണ്ടും വിഭജനം നടത്തി തിരിച്ചെത്തുമ്പോഴാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും ഉണ്ടായത്. ആ വിജ്ഞാപനം പുറത്തിറങ്ങിയ സാഹചര്യത്തിലാണ് ജനൻ TV ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവിട്ടത്. വാർത്തയിൽ കൃത്യമായി തന്നെ തെളിവുകൾ സഹിതമായിരുന്നു വാർത്ത പുറത്തുവിട്ടത്. 78, 79 വാർഡുകളിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഒരേ സ്ഥലങ്ങൾ 2 വാർഡിൽ അതേ കണക്ക് എത്തിയിരിക്കുന്നു. ഒരേ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് 2 വാർഡുകളിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള വലിയ വീഴ്ച വിജ്ഞാപനത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതൊരു ക്ലർക്കൽ മിസ്റ്റേക്കായി ഒരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ സ്വാധീനത്തിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ ഡീലിമിറ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ വാർഡ് വിഭജനത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ തെളിവുകൾ സഹിതമായിരുന്നു ജനൻ TV വാർത്ത പുറത്തുവിട്ടത്. ആ വാർത്തകൾ പുറം ലോകത്തെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് സംസ്ഥാനത്തുടനീളമുള്ള കോർപ്പറേഷനുകളിലെയും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വിജ്ഞാപനങ്ങൾ പരിശോധനയ്ക്ക് എത്തിയതും ആ പരിശോധനയിൽ തന്നെയാണ് ഇത്തരം ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ഈ ഡീലിമിറ്റേഷൻ നടത്തിയതിൽ വാർഡ് വിഭജനം നടത്തിയതിലുള്ള പൊരുത്തക്കേടുകൾ തിരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. നീലിമ, വിഭജനത്തിലെ പിഴവുകൾ തിരുത്തി പുതിയ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെടുത്തിയായിരുന്നു നേരത്തെ വിജ്ഞാപനം ഇറക്കിയത്. പൊരുത്തക്കേടുകൾ ജനം TVയാണ് പുറത്തു കൊണ്ടുവന്നത്. ജനം ബിഗ് ഇമ്പാക്റ്റ്, അതിൽ വലിയ പുരോഗതി, വലിയ തിരുത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി വിനീഷാണ് ചേർന്നത്.